ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. ചെറിയ പെരുന്നാളിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഏകദേശം അവസാനിക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി, ശരിക്കും നോമ്പെന്ന് പറഞ്ഞാൽ അത് വ്രതശുദ്ധിയോടുകൂടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ജലപാനമില്ലാതെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന ഒരു സമൂഹം. അപ്പോൾ ഇതൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ശരിക്കും കഠിനമായ വ്രതമാണിത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തയോടുകൂടി, ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി നമ്മൾ എന്താ പറയേണ്ട, ആ പ്രാർത്ഥന നിർഭരമായ ദിവസങ്ങൾ അവസാനിക്കുന്നു. അതേസമയം ഈ നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഒരു ശുദ്ധവും വൃത്തിയും ഒക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ സക്കാത്ത് പോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുക, അതായത് പാവങ്ങൾക്ക് ദാനം കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ രാവിലെ മുതൽ വീട്ടമ്മമാർ പോലും ജലപാനമില്ലാതെയാണ് പാചകം ചെയ്യുന്നത്. വൈകുന്നേരത്തെ നോമ്പ് തുറയ്ക്കുള്ള വിഭവങ്ങൾ, പലതരം പലഹാരങ്ങൾ, അപ്പോൾ ചെറു പലഹാരങ്ങൾ തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് പള്ളിയിൽ പോയി താവി നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് പിന്നെ ഒരു നോമ്പിൻ്റെ നോമ്പ് തുറന്നു കഴിയുമ്പോൾ വളരെ ലഘുവായിട്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വിശാലമായ ഭക്ഷണം കഴിക്കുമ്പോൾ പലതരം കഞ്ഞികൾ, ആ കഞ്ഞിയോടുകൂടി തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തിരിയും കറിയും, അങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണം. അതാണൊരു രീതി. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പലതരം കഞ്ഞി കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ ഇങ്ങനെ ഒരു ഭക്ഷണവും കഴിക്കാണ്ട് ജലപാനം പോലും ഇല്ലാണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കാക്കില്ല. അപ്പോൾ വളരെ ലൈറ്റായിട്ടാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഒരു നാരങ്ങ വെള്ളം കൊണ്ടായിരിക്കും തുടങ്ങുന്നത് ഒരു പക്ഷേ ആ ഒരു വ്രതം മുറിക്കൽ, ആ ഒരു ചടങ്ങ്. അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പത്തിരിയും കറിയും ഒക്കെ കഴിക്കുന്ന ഒരു സമയം, ആ സമയം പലതരം കഞ്ഞികൾ കുടിക്കാറുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കഞ്ഞിയാണ് ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് കഴിക്കുന്ന ആദ്യത്തെ ഒരു ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കഞ്ഞി എന്ന് പറയുന്നത് ഗോതമ്പ് കഞ്ഞി. പണ്ടത്തെ കാലത്താണെങ്കിൽ ശരിക്കും തരി ഗോതമ്പ് ഇട്ട് തന്നെ ഈ കഞ്ഞി തയ്യാറാക്കാം. പക്ഷേ ഇപ്പോഴത്തെ വീട്ടമ്മമാർക്ക് കുറച്ചുകൂടെയൊക്കെ വ്യത്യാസം വരുത്തി, പരിഷ്കാരം വരുത്തി കുറച്ചുകൂടെ എളുപ്പത്തിലുള്ള രീതിയിലും ഈ ഗോതമ്പ് കഞ്ഞി തയ്യാറാക്കാറുണ്ട്. അപ്പം നമ്മൾ ആ രീതിയിലുള്ളൊരു ഗോതമ്പ് കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ്, എന്നാൽ നല്ല സ്വാദുമാണ്. അപ്പോൾ ഇതൊരു നോമ്പ് തുറ വിഭവം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങാപ്പാൽ 4 കപ്പ്, ഗോതമ്പ് പൊടി 3 ടീസ്പൂൺ, ചിക്കൻ സ്റ്റോക്ക് 1.5 കപ്പ്, മുട്ട പുഴുങ്ങിയത് 2-3 കഷ്ണങ്ങളാക്കിയത്, വേവിച്ച ചിക്കൻ പിച്ചിയെടുത്തത് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 1 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്കിനി ഗോതമ്പ് കഞ്ഞി തയ്യാറാക്കാം. അപ്പോൾ ഇതൊരു നോമ്പ് കഞ്ഞി. ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക, അടുപ്പ് കത്തിച്ചു കൊടുക്കുക. ഇത് നമ്മൾ തേങ്ങാപ്പാലും, ഇപ്പോൾ തരി ഗോതമ്പുണ്ടെങ്കിൽ അതാണ് വേവിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 4 കപ്പ് തേങ്ങാപ്പാൽ, തേങ്ങാപ്പാലിലേക്ക് നമ്മളൊരു 3 ടീസ്പൂൺ ഗോതമ്പ് മാവാണ്, ഗോതമ്പിൻ്റെ പൊടി. നമ്മൾ വേറൊരു പാത്രം ഇച്ചിരി തേങ്ങാപ്പാൽ ബാക്കി വെച്ചിട്ടുണ്ട് അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് 3 ടീസ്പൂൺ ഗോതമ്പ് മാവ്. അപ്പം അതിൻ്റെ അളവെല്ലാം കുറച്ചുകൂടെ വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് എത്രത്തോളം നെടുകിയ, ഇതൊരു സൂപ്പ് പോലെ ഇരിക്കുന്നൊരു കഞ്ഞിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പാകം, എത്ര കുറുകൽ വേണം അല്ലെങ്കിൽ എത്ര, കുറച്ച് നെടുകിയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനനുസരിച്ചിട്ടാണ് ഗോതമ്പ് മാവ് ചേർക്കുന്നത്. ഒരു 2-3 ടീസ്പൂൺ, അത് നോക്കിയിട്ട്. അപ്പം നമ്മളിപ്പോൾ എന്തായാലും ഒരു 3 ടീസ്പൂൺ ഗോതമ്പ് പൊടി, ഗോതമ്പ് മാവ് ഇങ്ങനെ കലക്കി വെച്ചിരിക്കുകയാണ്. ആ തേങ്ങാപ്പാലിൽ തന്നെ ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ 3 ടീസ്പൂണും തേങ്ങാപ്പാൽ, ഞാനൊരു 4 കപ്പ് തേങ്ങാപ്പാലും ഒഴിച്ചിട്ടില്ലായിരുന്നു, ഒരു 1/2 കപ്പ് മാറ്റി വെച്ചിരുന്നു. അതിലേക്കാണ് ഗോതമ്പ് പൊടി കലക്കി ഇതിലേക്ക് ഒഴിച്ചത്. പിന്നെ ഗോതമ്പ് പൊടി കലക്കുമ്പോൾ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിപ്പയിൽ കൂടി അരിച്ച് മാറ്റിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഒന്നിച്ച് തിളയ്ക്കട്ടെ. അപ്പോൾ ഗോതമ്പ് പൊടി കലക്കിയ തേങ്ങാപ്പാൽ നല്ലൊരു തിള വരണം. നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചേർക്കും. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ചിക്കൻ്റെ സ്റ്റോക്കാണ്. അപ്പോൾ ചിക്കൻ പല വിഭവങ്ങൾ, ഇപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ രാത്രി കഴിക്കാനുള്ള പ്രധാനപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെന്തായാലും കോഴിയൊക്കെ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ വേണ്ടാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, കഴുത്ത്, കൈയുടെ ഭാഗം, അങ്ങനെയൊക്കെ. അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് കിട്ടും. ആ സ്റ്റോക്ക് നമ്മൾ ഏകദേശം ഒരു 1-1.5 കപ്പ് എടുത്ത് വയ്ക്കുക. പ്ലസ് ആ സ്റ്റോക്ക്, പിന്നെ ഈ ചെറിയ പീസ് ചിക്കൻ്റെയൊക്കെ അങ്ങനത്തെ എല്ല് കഷ്ണങ്ങളിൽ നിന്നും പിച്ചിയെടുത്ത ചിക്കൻ്റെ പീസസ്, അതെല്ലാം കൂടി ഒരു കപ്പോളം എടുത്ത് വയ്ക്കുക. പിന്നെ ഒരു 2, 3, 4 മുട്ട, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുഴുങ്ങിയ മുട്ട ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വയ്ക്കുക. ഉപ്പ് ആവശ്യത്തിന് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ
ഗോതമ്പ് കഞ്ഞി എന്ന് പറയുന്ന ഈ ഒരു നോമ്പ് കഞ്ഞിയിൽ ചേർക്കേണ്ടത്. ഇതൊരു തിള വരണം, തേങ്ങാപ്പാലും ഗോതമ്പ് മാവും കൂടിയുള്ള ഈ മിശ്രിതത്തിന്. ഇപ്പോൾ നമ്മളുടെ ഗോതമ്പ് കഞ്ഞി നല്ല തിള വന്നു കഴിഞ്ഞു, കണ്ടല്ലോ, നല്ലൊരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊരു സൂപ്പിൻ്റെ രൂപത്തിലാണ് വേണ്ടത്. ഇനി ഈ നന്നായിട്ട് തിള വന്നു കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് കാര്യങ്ങൾ ചേർക്കേണ്ടത്. ഒന്ന് ചിക്കൻ്റെ പീസസ്, ചിക്കൻ പിച്ചിയെടുത്ത് ഏതാണ്ട് 1 കപ്പ്. പിന്നെന്താണ് സ്റ്റോക്ക്, ചിക്കൻ്റെ സ്റ്റോക്ക്. ഇത് 1.5 കപ്പ് എൻ്റെ കയ്യിലുണ്ട്. എത്രത്തോളം ലൂസാകണം അതനുസരിച്ചിട്ട് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതൊന്നുകൂടി ഒന്ന് തിളയ്ക്കട്ടെ. ചിക്കൻ്റെ പീസസ് ചേർത്തു, ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു, നല്ലൊരു തിള വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടയുടെ പീസസും കൂടി ഇട്ടിട്ട് അടുപ്പിൽ നിന്ന് മാറ്റും. പിന്നെ ഒരു താളിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അപ്പം ഈ രീതിയിലാണ് ഒരു നോമ്പ് കഞ്ഞി തയ്യാറാക്കേണ്ടത്. തലശ്ശേരി, കണ്ണൂർ ആ ഭാഗത്തൊക്കെ, നമ്മുടെ മലബാർ മേഖലയിലെല്ലാം തന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാം സ്ഥിരമായി, ഒരുപാട് ആൾക്കാർ ഇത്തരം കഞ്ഞികളെല്ലാം ഈ നോമ്പ് കാലത്ത് തയ്യാറാക്കുന്നവരാണ്, കഴിക്കുന്നവരാണ്. പക്ഷേ ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ എന്താ പറയുക, വടക്ക് തെക്കെന്നൊക്കെ നമ്മളിങ്ങനെ കേരളത്തിൻ്റെ തന്നെ നോർത്ത് കേരള, സൗത്ത് കേരളയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സൗത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നടുക്ക് ഭാഗത്ത് അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ വന്നു കഴിയുമ്പോൾ ഇത്തരം വിഭവങ്ങളൊന്നും അത്ര പരിചിതമായിരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് വിഭവങ്ങൾ മലബാറിന് സ്വന്തമായിട്ട് ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു തിള വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക്. അങ്ങനെ ചിക്കൻ്റെ പീസസും ചിക്കൻ്റെ സ്റ്റോക്കും തേങ്ങാപ്പാലും ഗോതമ്പ് പൊടി എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഗോതമ്പ് കഞ്ഞി ഇങ്ങനെ വളരെ ഗംഭീരമായി റെഡിയായിക്കൊണ്ടിരിക്കുവാണ്. നല്ലൊരു തിളയൊക്കെ വന്നു കഴിഞ്ഞു. ഇനി വേറൊന്നും ചെയ്യാനില്ല. നമ്മളിതിലേക്ക് മുട്ടയുടെ പീസസ്, പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കഷ്ണങ്ങളാക്കി, അതൊക്കെ എത്ര എണ്ണം വേണമെങ്കിലും ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കഴിക്കുമ്പോൾ അതും കൂടി കടിക്കാനായിട്ട് കിട്ടും. ചിക്കൻ്റെ പീസസിനോടൊപ്പം തന്നെ മുട്ടയുടെ പീസസും കൂടി. ഇനി നമ്മൾ താളിക്കലുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പാത്രം അടുപ്പിൽ നിന്ന് പുറത്തേക്ക് മാറ്റാം. ഇനി നമ്മൾ മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യിൽ ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി, കൊച്ചുള്ളി അതിങ്ങനെ വട്ടത്തിനരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം, 1.5-2 ടേബിൾ സ്പൂൺ വരെ ആകാം. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായിട്ട് ചൂടാക്കി ആ ഉള്ളി അതിൽ മൂപ്പിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. അതാണ് രീതി. അപ്പോൾ നമുക്കിനി സൂപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. സൂപ്പെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതൊരു ഗോതമ്പ് കഞ്ഞിയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ താളിച്ച് ഒഴിക്കാം. അപ്പോൾ നെയ്യ് നല്ല ചൂടായി. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇത് 1-2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ, അത് ഇഷ്ടത്തിനനുസരിച്ച്. ഇത് ശരിക്കും നെയ്യിൽ ചെറിയ ഉള്ളി വറുത്തിട്ടാൽ നല്ല സ്വാദും നല്ല മണവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് എത്ര അളവ് ഓരോരുത്തർക്കും നിശ്ചയിക്കാം. അപ്പോൾ കൊച്ചുള്ളി പാകത്തിന് മൂത്ത് കഴിഞ്ഞൊരു ഗോൾഡൻ ബ്രൗൺ കളർ, അതാണ് വേണ്ടത്. ലൈറ്റായിട്ട് ചെറുതായിട്ടൊരു സ്വർണ്ണ നിറം ഞാൻ നെയ്യോടുകൂടി തന്നെ നമ്മൾ ഒഴിക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ ഒരു നോമ്പ് കഞ്ഞി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ ഗോതമ്പ് കഞ്ഞി എളുപ്പത്തിൽ ചെയ്യാവുന്നത്. അപ്പോൾ ഇതൊരു നോമ്പ് കാല വിഭവം. ഇത് ഈ ഒരു കാലഘട്ടത്തിൽ, അപ്പോൾ ഈ ഒരു എന്താ പറയുക, നോമ്പ് നോക്കുന്ന വീടുകളിൽ ഇത് വൈകുന്നേരം നോമ്പ് തുറ സമയത്ത്, അത് കഴിഞ്ഞിട്ട് ശരിക്കും ഹെവിയായിട്ട് ആഹാരം കഴിക്കുന്ന ഒരു സമയത്ത് തുടങ്ങാൻ പറ്റിയൊരു വിഭവമാണ്. ഇതോടുകൂടി തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തിരിയും ഇറച്ചിയും മറ്റു കാര്യങ്ങളുമൊക്കെ കഴിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് മലബാർ മേഖലയിലെല്ലാം പല വീടുകളിലും നോമ്പ് തുറയ്ക്ക് വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ കണ്ടത് ഒരു നോമ്പ് തുറ വിഭവമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതും നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പേര് പാലൂട. ഇതൊരു ഉപ്പ് ചേർത്ത വിഭവമാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഒരു മധുരമുള്ള വിഭവം. ഒരുപാട് മധുരം അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു കോരി കുടിക്കുന്ന ഇതുപോലെ കഞ്ഞി പോലെയുള്ളൊരു കാര്യം. ഈ പാലൂടയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അത് നോമ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയൊരു കാര്യം, നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റായിട്ടുള്ളൊരു പാനീയം. പിന്നെ രണ്ടാമത്, ഇത് ശരിക്കും പുതിയാപ്പിള സൽക്കാര സമയത്ത്, പുതിയാപ്പിള ആദ്യമായിട്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ സമയത്ത് പിന്നെ ആദ്യം കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാവിലെ വീട്ടിലേക്ക് കയറി വരുവാണെങ്കിൽ ആ രാവിലെ ആദ്യത്തെ ഒരു വിഭവം എന്ന് പറയുന്നത് ഈ പാലൂടയാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. മലബാർ മേഖല, പ്രത്യേകിച്ച് പറഞ്ഞാൽ തലശ്ശേരി, കണ്ണൂർ പ്രദേശങ്ങളിൽ പാലൂട കൊടുത്താണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ? പാലൂട വളരെ എളുപ്പമാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. പശുവിൻ പാൽ 1/2 ലിറ്റർ, മൈദാമാവ് 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1/2 കപ്പ്, പട്ട 1 കഷ്ണം, ഗ്രാമ്പൂ 2 3, ഏലക്ക 2 എണ്ണം, സവാള 1 ചെറിയ കഷ്ണം. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: നെയ്യ് 1.5 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 25 മുതൽ 50 ഗ്രാം വരെ. അപ്പോൾ നമ്മൾക്ക് പാലൂട തയ്യാറാക്കാം. പാലൂട എന്ന് പറയുമ്പോൾ ഫലൂട എന്നൊക്കെ പറയുന്ന പോലെ തോന്നുന്നു അല്ലേ? പാലൂട ശരിക്കും ഒരു കുറച്ചൊരു സ്വീറ്റായിട്ടുള്ളൊരു നല്ലൊരു സ്വാദുള്ള വിഭവമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പശുവിൻ പാൽ, ഈ പാലിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ കിഴി കെട്ടി ഇടണം. കിഴി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തുണിയിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട്, ഒരു ചെറിയൊരു പണക്കിഴിയല്ല, ഇങ്ങനെ കിഴി പോലെ കെട്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ട് ഈ പാല് തിളപ്പിക്കും. അപ്പോൾ നമ്മളൊരു വെള്ള തുണി, ഒരു മൽ ക്ലോത്ത്, ഒരു സാധാരണ ഒരു കോട്ടൺ കട്ടി കുറഞ്ഞ വെള്ള തുണി, അതിനകത്തേക്ക് ഒരു സവാളയുടെ ഒരു ചെറിയ പീസ്, അതായത് ഒരു ചെറിയ സവാളയുടെ 4/1 ഭാഗം ഇങ്ങനെ കഷ്ണങ്ങളാക്കിയത്. ഇത്ര തന്നെ വേണമെന്നില്ല, കുറച്ച് മതി. കുറച്ച് സവാള, ഒരു 2 ഏലക്ക, 1 2 ഏലക്ക, 2 ഗ്രാമ്പൂ, പിന്നെ ഒരു കഷ്ണം പട്ട. ഇതെല്ലാം പേരിന് വേണ്ടി മതിയാവും. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാക്കി ഒരു കിഴി. വേണമെങ്കിൽ ഏലക്ക നമുക്ക് 1 എണ്ണം കൂടി കൊടുക്കാം. 2 എണ്ണം ഇല്ലേട്ടുള്ളൂ, 3 എണ്ണം ഇരിക്കട്ടെ. എന്നിട്ട് ഇതിനെ കെട്ടാം, ഒരു കിഴിയായിട്ട് കെട്ടാം, നല്ല ബലമായിട്ട്. ഈ കിഴി അഴിഞ്ഞു പോകാത്ത രീതിയിലൊരു കഠിനമായൊരു കെട്ടാൻ കിട്ടും. ഓക്കെ, കെട്ട് നല്ലൊരു സഞ്ചി കിഴിയായി കഴിയും. ഇത് മസാല കിഴിയാണ്. അപ്പം നമ്മൾക്കിനി അടുപ്പ് കത്തിക്കാം. അതിൻ്റെ അകത്തേക്ക് ഈ കിഴി, അതാണ് ഞാൻ പറഞ്ഞത്, കിഴി അഴിഞ്ഞു പോകരുത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പാല് തിളയ്ക്കുമ്പോൾ ഈ കിഴിയും കൂടി അതിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ. അപ്പോൾ ഇതിൽ നിന്നുള്ള സത്ത്, ആ സവാളയുടെ ഒരു ഫ്ലേവർ, പിന്നെന്താ ആ പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഏലക്കയുടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സ്വാദ് ഈ പാലിലേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ കിഴിയും പാലും കൂടി, ഇത് നമ്മുടെ ആയുർവേദ ചികിത്സ പോലെയാണ്. അപ്പോൾ നമ്മൾ പലതരം ചികിത്സകളുണ്ടല്ലോ കർക്കിടക മാസത്തിൽ. അപ്പോൾ എന്താ പറയുക, പിഴിച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കിഴി വെച്ചിട്ട് ആണ് ഇങ്ങനെ ദേഹത്തെല്ലാം ഇടിച്ചിടിച്ച് പാൽ കിഴിയൊക്കെ വെച്ച് പലതരം ഔഷധങ്ങൾ യോജിപ്പിച്ച് പാലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലിങ്ങനെ കിഴി മുക്കി നമ്മളുടെ ദേഹത്ത് വയ്ക്കുന്ന രീതി. ഇതൊന്നും അല്ല കേട്ടോ, ഇതൊരു സ്വാദാണ്. കാര്യം പട്ട, ഗ്രാമ്പൂ, ഏലക്കയെല്ലാം നമ്മൾ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സവാളയും പീസസ് ഇതിനകത്ത് ഇട്ടാൽ നമ്മൾ ഇത് കുടിക്കുമ്പോൾ അത് ഇങ്ങനെ അറിയാണ്ട് വായിൽ വരും. അല്ലെങ്കിൽ അത് ഇതിൽ നിന്ന് ഇളക്കി മാറ്റണം. അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ നേരിയ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാദ് മാത്രമേ ഈ പാലിൽ കിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പാല് തിളയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഈ കിഴിയിലെ സ്വാദും അതിലേകത്തേക്ക് ഇറങ്ങും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. പഞ്ചസാരയുടെ അളവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. 1/4 മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര ആകാം. പഞ്ചസാരയും കൂടി ചേർന്ന് തിളയ്ക്കട്ടെ. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. കിഴി വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇളക്കാം. അത് കുറച്ചുകൂടി സൗകര്യമായി. നോക്കൂ, ഈസി. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തിളയ്ക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ച അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മുടെ കിഴിയുടെ ആവശ്യം കഴിഞ്ഞു. കിഴിയെ നമ്മൾ മാറ്റുകയാണ് ഒരു പാത്രത്തിലേക്ക്. എന്നിട്ട്
ഇനിയാണ് നമ്മൾ കുറച്ച് തീ ഒരൽപ്പം കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരൽപ്പം വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദാമാവ്, എന്തെങ്കിലും കട്ടയുണ്ടെങ്കിൽ അരിപ്പയിലൂടെ അരിച്ച് മാറ്റണം. എന്നിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. ഇനി ഇത് നല്ലൊരു കുറുകിയ ഒരു രീതിയിൽ വരും. പാലൂട ഇങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ സാധിക്കും. ഇതിനൊരു ഏലക്കയുടെയും ഗ്രാമ്പൂവിൻ്റെയും പട്ടയുടെയും പിന്നെ ഒരു സവാളയുടെയൊക്കെ ഒരു സ്വാദും മണവും ഉണ്ടാകും. അപ്പോൾ കിഴിയിലിട്ടിട്ട് കുറച്ച് നേരം തിളപ്പിക്കണം. ആ കിഴി കെട്ടിയിട്ടിട്ട് ഒരുപാട് നേരമൊന്നും വേണ്ട. പാല് തിളച്ച് ഒരു 5 മിനിറ്റ് കൂടുതൽ സമയം. പിന്നെ പാല് പെട്ടെന്ന് വറ്റിപ്പോകുന്നു തോന്നുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഒരു 1/2 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കുക പാലിൻ്റെ കൂടെ. അപ്പോൾ അത്രയും സമയം കൂടി നമുക്ക് തിളപ്പിക്കാമല്ലോ. ശരിക്കും ആ ഗ്രാമ്പൂ അങ്ങനത്തെ ആ ഫ്ലേവേഴ്സൊക്കെ വരുന്നുണ്ട്. ഗ്രാമ്പൂ, ഏലക്ക, പട്ട, സവാളയുടെ ഇത് കുറുകി കഴിഞ്ഞു. നല്ല കുറുകിയ രീതിയിലുള്ളൊരു പാലൂട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. തിള വരാൻ തുടങ്ങുന്നേ ഉള്ളൂ, അപ്പോഴത്തേക്കും റെഡിയായി. ഇനി നമ്മൾ ശരിക്കും പാലൂട ഇങ്ങനെ നല്ലതായിട്ട് കുറുകി വന്നിരിക്കുകയാണ്. നല്ലൊരു ക്രീമി ആയിട്ടൊരു കസ്റ്റേർഡ് മാതിരി. ഇത് കുടിക്കാൻ പറ്റുന്നൊരു പാകമായിരിക്കണം. ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്താൽ കുടിക്കാൻ പറ്റുന്നൊരു പാകമായിരിക്കണം. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇതേ അടുപ്പിലേക്ക് മറ്റൊരു പാത്രം വെച്ച് ചൂടാക്കി അതിലൊരല്പം നെയ്യ് ഒഴിച്ച് അതിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടണം. അതാണ് അതിൻ്റെ അലങ്കാരവും പിന്നെ ഇളക്കി കഴിക്കുമ്പോൾ നല്ല സ്വാദുമാണ്. എന്തെളുപ്പമല്ലേ, പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ പാലൂടെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, വിളമ്പുന്ന പാത്രത്തിൽ. എന്നിട്ട് നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇടാം. അപ്പോൾ കുടിക്കാനുള്ളൊരു പാകമായിരിക്കണം. നല്ല കുറുകുറാന്നിരിക്കുന്ന ഒരു പാനീയം. അപ്പോൾ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. അതിലേക്ക് കുറച്ച് നെയ്യ്, 1-1.5 ടേബിൾ സ്പൂണും ആകാം. അതിലേക്ക് 25 മുതൽ 50 ഗ്രാം വരെ അണ്ടിപ്പരിപ്പ്. ഇതെല്ലാം ഓരോരുത്തരുടെ സൗകര്യവും സാമ്പത്തിക സ്ഥിതിയും അനുസരിച്ചിട്ടാകാം. എത്ര ചേർത്താലും സ്വാദ് തന്നെയാണ്. പിന്നെ മധുരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ. പക്ഷേ 1/2 കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അര ലിറ്റർ പാലിന് വളരെ കൂടുതലായിരിക്കും മധുരം. അത്ര ആവശ്യമില്ല. ചെറിയൊരു സവാളയുടെയൊക്കെ സ്വാദ് വരുന്ന ഒരു വിഭവമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മധുരം കയറി നിൽക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് തോന്നുന്നു ഒരു 1/4 കപ്പ് പഞ്ചസാരയായിരിക്കും കൂടുതൽ നല്ലത്. അണ്ടിപ്പരിപ്പ് പാകത്തിന് മൂത്തു. ഇനി ഈ നെയ്യോടുകൂടി തന്നെ നമ്മുടെ പാലൂടയുടെ മുകളിലേക്ക് ഒഴിക്കുക. പാലൂട ഞാനൊരു വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. കണ്ടില്ലേ, ഒരു ലൂസ് കസ്റ്റേർഡ് പോലെയാണ് ഇരിക്കുന്നത്. നല്ല സ്വാദോടുകൂടി തന്നെ ചൂടോടുകൂടി തന്നെ വിളമ്പിയാലും വളരെ സ്വാദാണ്. അതല്ല ഇനി ഇത് ഉണ്ടാക്കി ഉടനെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് കഴിച്ചു, അല്ലെങ്കിൽ കുറച്ച് ഏറെ അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചു കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ അത് മറ്റൊരു സ്വാദായിരിക്കും. എന്തായാലും ഏത് രീതിയിലാണെങ്കിലും ഈ പാലൂട വളരെ സ്വാദിഷ്ടമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പം. അപ്പോൾ ഇത് പുതിയാപ്ലയ്ക്ക് ആദ്യം വധുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കൊടുക്കുന്ന ആദ്യത്തെ വിഭവമാണെന്നാണ് പറയുന്നത് തലശ്ശേരി, കണ്ണൂർ ഭാഗങ്ങളിൽ. എന്തായാലും നമ്മൾക്കിത് വീട്ടിൽ ഇടയ്ക്കൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 2 നോമ്പുകാല വിഭവങ്ങളാണ് കണ്ടത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും സ്വാദുള്ളതുമായ വിഭവങ്ങൾ. അപ്പോൾ നോമ്പില്ലാത്ത കാലങ്ങളിലും വേണമെങ്കിൽ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന വിഭവമാണ്. ഈ 2 വിഭവങ്ങളും അങ്ങനെയാണ് വീട്ടമ്മമാർക്ക് പരീക്ഷിക്കാം. ഇത് അറിഞ്ഞുകൂടാത്ത വീട്ടമ്മമാർക്ക്, ഇത് മലബാർ ഭാഗങ്ങളിലെ വീട്ടമ്മമാർക്കെല്ലാം സുപരിചിതമായിരിക്കും ഇത്തരം വിഭവങ്ങൾ. പക്ഷെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 വിഭവവും തയ്യാറാക്കി കാണിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആമിലൂടെ കാണാം.